9ാം ക്ലാസ് താരീഖിൽ പാദവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും കഴിഞ്ഞുപോയ ചോദ്യപേപ്പർ വിശകലനമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യം വായിക്കാം. വഫ്ഖ് യോജിച്ചത് എടുത്തെഴുതാനാണ് ഒന്നാമത്തെ സെക്ഷൻ. അതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഖലഖല്ലാഹു മിൻ ത്വയ്നിൻ, അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് ആരെയാണ്? ആദം അലൈഹിസ്സലാം. ഉത്തരം അതാണ്. 2, അവ്വലു മൻ ദറസൽ കുതുബ, ആദ്യമായി കിതാബ് പഠിച്ചത് ആര്? ഇദ്രീസ് അലൈഹിസ്സലാമാണ് ഉത്തരം. അതേപോലെ തന്നെ ഇദ്രീസ് നബിയാണ് ആദ്യമായി പെന്നുകൊണ്ട് എഴുതിയതും. 3, അർസലഹുല്ലാഹു ഇലാ ആദ്, ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകർ ഹൂദ് അലൈഹിസ്സലാമാണ്, ഹൂദ് നബിയാണ്. 4, അവ്വലു മൻ ജഅല മക്കത വതന, ആദ്യമായിട്ട് മക്കയെ നാടാക്കിയത് ജുർഹും വിഭാഗമാണ്. 5, ബനൽ ബൈത്തുൽ മുഖദ്ദസ, ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നതാണ് ഉത്തരം. രണ്ടാമത്തെ സെക്ഷൻ അജിബ്, ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, തബയ്യന ലിൽ മലായികത്തി ശറഫ് ആദം ബിമ, ആദം അലൈഹിസ്സലാമിൻ്റെ ഷറഫ് എങ്ങനെയാണ് മലായിക്കത്തിന് മനസ്സിലായത്? ബിൽ ഇൽമി വത്തഅലീം, ഇൽമു കൊണ്ടും അധ്യാപനം കൊണ്ടുമാണ്. രണ്ടാമത്തെ ചോദ്യം, മൗളിഉ നുസൂലി ആദം അലൈഹിസ്സലാം ഫിൽ അർള്, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട സ്ഥലം ഏതാണ്? നസല ആദം അലൈഹിസ്സലാം ബിൽ ഹിന്ദ്, ഇന്ത്യയിലാണ് ആദം നബി അലൈഹിസ്സലാം ഇറക്കപ്പെട്ടത്. മൂന്നാമത്തത്, ബിമാ അഹ്ലക്കല്ലാഹു ആദ, എന്തുകൊണ്ടാണ് അള്ളാഹു ആദ് സമൂഹത്തിനെ നശിപ്പിച്ചത്? ഉത്തരം, അർസലല്ലാഹു അലൈഹിം റീഹൻ ശദീദൻ മുതതാബിഅതൻ സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ, 8 പകലും 7 രാത്രി നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റിനെ അയച്ചിട്ടാണ് അള്ളാഹു ആദ് സമൂഹത്തിനെ നശിപ്പിച്ചത്. നാലാമത്തെ ചോദ്യം, മാദാ ത്വലബ സമൂദ് മിൻ സ്വാലിഹ്, സ്വാലിഹ് നബിയോട് സമൂദ് ഗോത്രം എന്താണ് ആവശ്യപ്പെട്ടത്? ത്വലബൂ മിൻഹു ഇഖ്റാജ നാഖത്തിൻ അശറ ത്വീല, നീണ്ട 10 മാസം ഗർഭം ചുമന്ന പെണ്ണൊട്ടകത്തിനെ പാറയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കാനാണ് അവർ തേടിയത്. അഞ്ചാമത്തത്, അൽ കബ്ഷുല്ലദീ ദബഹഹു ഇബ്രാഹിം അലൈഹിസ്സലാം മാ ഹുവ, ഉത്തരം, ഹാദൽ കബ്ഷു മാ ഖറബഹു ഹാബീൽ ബിൻ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഹാബീൽ എന്നവരെ ബലി നൽകിയ ആടിനെയാണ് ഇബ്രാഹിം നബി അറുത്തത്. മൂന്നാമത്തെ സെക്ഷൻ ബയ്യിൻ എന്നാണ്, വ്യക്തമാക്കാനാണ്. അതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അർബഅത്തു മിനൽ അംബിയാഇ അഹ്യാഉ മൻഹും, ജീവിച്ചിരിക്കുന്ന നബിമാരുടെ പേരുകളാണ്. ഒന്ന് നബി അലൈഹിസ്സലാം, വൽ ഇല്യാസ് നബി അലൈഹിസ്സലാം, വ ഈസ അലൈഹിസ്സലാം, വ ഇദ്രീസ അലൈഹിസ്സലാം. അതിൽ രണ്ടാമത്തെ ചോദ്യം, മാദാ ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത് എന്നാണ് ഉത്തരം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നാണ്, ബരമേൽപ്പിക്കാൻ അല്ലാഹു മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൻ ഖാല, നാലാമത്തെ സെക്ഷൻ ആരു പറഞ്ഞു എന്നതാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംനാ, ഇതാരാ പറഞ്ഞതാണ്? അത് മലായിക്കത്താണ് പറഞ്ഞത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലമതനാ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, എന്നാരാണ് പറഞ്ഞത്? കാഫിരീങ്ങളെ ഈ ഭൂമിയിൽ നീ അവശേഷിപ്പിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നൂഹ് അലൈഹിസ്സലാമാണ് അങ്ങനെ ദുആ ചെയ്തത്. മൂന്നാമത്തത്, യാ അബതിഫ് അൽ മാ തുഅമറു സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, എന്നാരാ പറഞ്ഞത്? ഉത്തരം, ഇസ്മായിൽ അലൈഹിസ്സലാം. ഉക്തുബുൽ അഅ്മാർ, 5ാമത്തെ സെക്ഷൻ വയസ്സ് എഴുതാനാണ്. സ്വാലിഹ് നബിയുടെ വയസ്സ് 280 വയസ്സാണ്. അതിൽ രണ്ടാമത്തത്, ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ വയസ്സ് എത്രയാണ്? 175 ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബിയുടെ വയസ്സ് മൂന്നാമത്തെ ചോദ്യമാണ്. 460
464 വയസ്സാണ്. നാലാമത്തത് ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ വയസ്സ് 180 വയസ്സാണ്. ആറാമത്തെ സെക്ഷൻ ഉക്തുബിൽ മദ്ഫൻ, മറ ചെയ്യപ്പെട്ട ഖബർ നിലനിൽക്കുന്ന സ്ഥലത്തിനെ പറ്റി എഴുതാനാണ്. നോഹ് അലൈഹിസ്സലാം മസ്ജിദുൽ ഹറാമിലാണ് ഖബർ. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഖബർ ഹിജ്റയിലാണ്, കാബയുടെ അടുത്തുള്ള ഹിജ്റയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഖബർ മറവ് ചെയ്യപ്പെട്ടത്. ഖലീൽ, മദീനത്തുൽ ഖലീലിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടത്. ഏഴാമത്തെ സെക്ഷൻ കമ്മിൽ പൂരിപ്പിക്കാനാണ്. റബ്ബന വലംന അൻഫുസന വഇല്ലൻ തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആ ആണിത്. റബ്ബന വലംന അൻഫുസന വഇല്ലൻ തഗ്ഫിർ ലനാ വതർഹംനാ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ എന്നാണ് വിട്ടുപോയത്. അതാണ് അവിടെ എഴുതേണ്ടത്. ഈ ദുആ എല്ലാവരും കാണാതെ പഠിക്കേണ്ടതാണ്. എട്ടാമത്തേത് ഉക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. റുഖ്തു എന്നതിൻ്റെ അർത്ഥം ഞാൻ രുചിച്ചു. നജ്ജ, രണ്ടാമത്തേത് നജ്ജ, രക്ഷപ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തേത് സഹ്റത്തുൻ, പാറക്കൽ എന്നാണ് അർത്ഥം. 4 സഫറുൻ എന്നതിൻ്റെ അർത്ഥം മഞ്ഞപ്പിത്തം എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ താരീഖ് വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്.